മംഗലാതുരത്ത് പെരിയാറിന്റെ തീരത്തുള്ള തറവാട് ചാരിറ്റബിൾ സൊസൈറ്റി വയോജന ക്ലബ്ബ് അംഗങ്ങൾക്കായി ഓണസൗഹൃദ സംഗമം നടത്തി. പറവൂർ നഗരസഭ ചെയർമാൻ രമേശ് ടി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഭാരവാഹികൾ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്ക് ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ഓണം, വിഷു, ഈസ്റ്റർ, ക്രിസ്മസ്, അങ്ങനെ എല്ലായിടത്തും കൊല്ലത്തിൽ 3 പ്രാവശ്യം അല്ലേ, 3 പ്രാവശ്യം ഒത്തുചേരുക ഈ തറവാടിന്റെ മുറ്റത്ത്. സൊസൈറ്റി പ്രസിഡന്റ് ജോജോ മനക്കിൽ അധ്യക്ഷനായി. പറമ്പിൽ കവിയുടെ കവിത കേട്ടപ്പോ എന്നോട് ചോദിച്ചത് അദ്ദേഹത്തിന് ഈ ശാരീരികക്കാരും ഒന്നും കണ്ടില്ലേ, ശ്രദ്ധിച്ചില്ല എന്നാണ്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ശാരീരിക നാടകവേദി ഉദ്ദേശിച്ച പറഞ്ഞത് എന്നുവെച്ചാൽ അതുവഴിയാണ് നമ്മുടെ ബിജുക്കുട്ടൻ, പറവൂർ രാജേഷ് ഒക്കെ രക്ഷപ്പെട്ടത്. സരികുമാർ അവരൊക്കെ മേത്ത് മുഴുവൻ കരി തേച്ച് നിൽക്കുന്ന രംഗം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു 9ിലൊക്കെ പഠിക്കുന്ന കാലത്ത് നാടകം കളിക്കാൻ അവസരം കൊടുത്തിട്ടില്ല. അതുങ്ങളിങ്ങനെ ഊഴം ചോദിച്ചു നിൽക്കുകയാണ്. അവരിന്ന് എവിടെ എത്തി? അപ്പൊ കണ്ടെത്താനായിട്ട് ആളുകളില്ല. ഇപ്പൊ ഇന്ന് ഈ 91 വയസ്സായ അമ്മണി ചേച്ചിയും അതേ പ്രായത്തിലേക്ക് എത്തിയിരിക്കുന്ന പിയൂസേട്ടനൊക്കെ ഒട്ടും വെള്ളി വീഴാതെ ശ്വാസം മുറിഞ്ഞു പോകാതെ പാടുക എന്ന് പറഞ്ഞാൽ, ഞാൻ പുറത്ത് കുറുപ്പ് സാറിനെ കാത്തു നിൽക്കുമ്പോൾ ഈ പാട്ട് മൈക്കിൽ കൂടി കേൾക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് പാടുന്നത്. അപ്പൊ നമ്മൾക്കൊക്കെ ഈ വിദ്യാലയ കാലഘട്ടത്തിൽ, ഇപ്പൊ ഞാൻ ഈ പ്രസംഗിക്കുന്നത് എന്നെ 8ാം ക്ലാസ്സിലാണ്. മാഷ് അൻവി എറണാകുളത്തിന്റെ MD PL അനിൽ ഓണസമ്മാനം വിതരണം നടത്തി. ചുറുചുറുപ്പും പ്രസരിപ്പും കാണുമ്പോഴത്തേക്കും ജോജോ മനക്കന്റെ യുവത്വം ഇന്നും നഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം എൻ്റെ കൂടെ CLCO എന്ന് പറയുന്ന ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റീസിന്റെ സംഘാടക തലത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഞാൻ വരാപ്പുഴ അതിരൂപതയിൽപ്പെട്ടതാണ്, അദ്ദേഹം കോട്ടപ്പുറം രൂപതയിൽപ്പെട്ടതാണ്. P രാജീവ്, ഷീല മൂസ മനക്കിൽ, സ്വാമിനാഥൻ, VS മുരളി, ബിജോയ് ആൻഡു, സീന സോളമൻ, സോഫി ജോജോ എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത എല്ലാവർക്കും ഓണക്കിറ്റുകൾ നൽകി. സ്നേഹവിരുന്നും കലാപരിപാടികളുടെയും സമാപിച്ചു. സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.